തമിഴ്നാട് വിരുദ്ധനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം 21 പേർ മരിച്ചു. 30 തൊഴിലാളികളാണ് സ്ഥലത്തുണ്ടായിരുന്നത്. സ്ഫോടനത്തിൽ 4 മുറികൾ പൂർണ്ണമായി തകർന്നു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർദ്ദേശം നൽകി. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ നിമിഷങ്ങൾ കൊണ്ടാണ് മരണസംഖ്യ 21ലേക്ക് കുതിച്ചെത്തിയത്. വലിയ അപകടമാണ്. 4 മുറികൾ പൂർണ്ണമായും ഏതാണ്ട് 10 കിലോമീറ്റർ അകലെ വരെ പ്രകമ്പനം കേട്ടു എന്നാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഉറപ്പായും വലിയ സ്ഫോടനവും പൊട്ടിത്തെറിയും തന്നെയാണ് വിരുദ്ധനഗറിൽ ഉണ്ടായത്. വിരുദ്ധനഗറിൽ സാധാരണഗതിയിൽ കൂടുതൽ പടക്ക നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്ന ഭാഗമാണ്. അവിടെ കട്ടനാർപട്ടി എന്ന ഗ്രാമത്തിലെ സ്വകാര്യ പടക്ക നിർമ്മാണശാലയിലാണ് ഉച്ചതിരിഞ്ഞ് സ്ഫോടനമുണ്ടാകുന്നത്. അതൊരു വലിയ പൊട്ടിത്തെറിയായിരുന്നു. 10 കിലോമീറ്ററോളം പ്രകമ്പനമുണ്ടാക്കുന്ന പൊട്ടിത്തെറിയിൽ 4 മുറികളിലായി 30 തൊഴിലാളികൾ അവിടെ പണിയെടുത്തിരുന്നു എന്നാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. അതിൽ 21 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പരിക്കേറ്റവരെ മധുരയിലേക്കും വിരുദ്ധനഗറിലെയും മെഡിക്കൽ കോളേജിലേക്കും മാറ്റുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് മുത്തുമാണിക്യം എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വനജ എന്ന പടക്ക ഫാക്ടറിയിലാണ് സ്ഫോടനമുണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും 30 പേർ അകത്തുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ പേർ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇതിനോടകം തന്നെ തുടങ്ങിയിരിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും ഭീകരമായ, അത്രയും തീവ്രതയുള്ള സ്ഫോടനമാണ് കട്ടനാർപട്ടിയിൽ ഉണ്ടായത് എന്നതാണ്. സ്റ്റാലിന്റെ എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശം ഈ രക്ഷാപ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 2 മന്ത്രിമാരെ ഇതിനായി ചുമതലപ്പെടുത്തിയതായി സ്റ്റാലിന്റെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. ഏതായാലും വലിയ സ്ഫോടനമാണ് കട്ടനാർപട്ടിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അത് രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. 30 പേരുണ്ടായിരുന്നു 4 മുറികളിലായി. അതിൽ അവിടുത്തെ കെട്ടിടമാകെ തന്നെ തകരുകയും പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയരുന്നതുമായുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും വലിയ സ്ഫോടനം, അതിൽ 21 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ പേർ മരണപ്പെടാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. മാധു, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. വിരുദ്ധനഗറിൽ വലിയ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. 21 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്.